ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹണിവെൽ എന്ന പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിട്ടുള്ള ഒരു വയർലെസ് സ്മോക്ക് ഡിറ്റക്ടറിനെ പറ്റിയാണ്. സ്മോക്ക് ഡിറ്റക്ടേഴ്സ് സാധാരണ നമുക്ക് ഫയറിൻ്റെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അലാം തരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്. ഈ ഒരു സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. അത് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൽ എന്തെങ്കിലും ഒരു അലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ അത് മെസ്സേജ് ആയിട്ട് വരും. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നതിന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. കവറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഡിവൈസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പാക്റ്റ് ബൈ ഹണിവെൽ എന്ന് കൊടുത്തിട്ടുണ്ട്. വയർലെസ് സ്മോക്ക് ഡിറ്റക്ടർ എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോ കേബിളിംഗ് ആണ്. നമ്മൾ സാധാരണ വയർലെസ് അല്ലാത്ത സ്മോക്ക് ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചാൽ നമുക്ക് ധാരാളം വയർ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. പക്ഷേ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വയേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് 4 AA ബാറ്ററിയാണ് ആവശ്യം. പിന്നെ ഇതിൽ തന്നെ ഒരു ബസ്സർ, അതായത് ഇൻബിൽറ്റ് അലാം വരുന്നുണ്ട്. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കിത് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഡിവൈസിൻ്റെ സ്റ്റാറ്റസ് എല്ലാം നമുക്ക് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മൊബൈൽ കോൾ അലർട്ടും വരുന്നുണ്ട്. മൊബൈൽ കോൾ അലർട്ടും നമുക്ക് മെസ്സേജായി എന്തെങ്കിലും ഫയർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലിൽ കോൾ അലർട്ടായിട്ടും വരുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ വന്നിട്ട് കൊടുത്തിട്ടുള്ള 3900 രൂപയാണ്. ഇത്രയൊന്നും വരത്തില്ല. ഞാൻ നിങ്ങൾക്കിത് വീഡിയോ കണ്ടിട്ട് ഇത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കിത് കുറഞ്ഞ പ്രൈസിൽ സ്വന്തമാക്കാവുന്നതാണ്. എന്താണ് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത്രയുമാണ് ഈ ബോക്സിനുള്ളിൽ നമുക്ക് വരുന്നത്. ഇത് ഫിറ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള ഫിഷർ സ്ക്രൂ, പിന്നെ മൗണ്ടിങ് ഹോൾ അടിക്കുന്നതിനായിട്ടുള്ള ഒരു ടെംപ്ലേറ്റ്, പിന്നെ ഇതിൻ്റെ യൂസർ ഗൈഡ്, അതായത് നമുക്കിത് എങ്ങനെയാണ് ഡിവൈസ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു യൂസർ ഗൈഡ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡിവൈസ്. ഈ ഡിവൈസിന് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇടേണ്ട സ്ഥലം. നമുക്കൊരു 4 AA ബാറ്ററിയാണ് ആവശ്യം. ഇത് രണ്ടും നമുക്ക് ഇത് വാളിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ വയ്ക്കുന്നതിനായിട്ടുള്ള സ്ഥലമാണ്, ലോക്ക് ചെയ്യുന്നതിനായിട്ടുള്ള. ഇത് നമുക്കിതിൻ്റെ ഫ്രണ്ട് നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ടൊരു ബസ്സറിൻ്റെ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്കിതിൻ്റെ അലാം വരുന്ന ബസ്സർ ഉള്ളത്. ഇവിടെ 2 ഇൻഡിക്കേറ്റർ ലാമ്പാണുള്ളത്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഓൺ ഓഫ് എന്നല്ല, സ്വിച്ചാണ്. ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചാണ്. നമുക്ക് കോൺഫിഗർ ചെയ്യുന്നതും ഈ സ്വിച്ച് വഴിയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്മോക്ക് ഡിറ്റക്ടർ സെൻസർ വരുന്നത്. നമുക്ക് ഫയറിൻ്റെ സ്മോക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബസ്സർ വഴി നമുക്ക് അവിടെ തന്നെ സൗണ്ടും കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ കോളും അലർട്ടും വരാം, മെസ്സേജ് അലർട്ടും വരാം. നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിവൈസ് പവറപ്പ് ചെയ്യുന്നതിലേക്കായി ഞാനൊരു 4 ബാറ്ററി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊളാരിറ്റി നോക്കി കറക്റ്റായിട്ട് അതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ 4 ബാറ്ററി ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കവറൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ പവറപ്പ് ആയി കഴിഞ്ഞു. നമുക്കിവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഹണിവെല്ലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ഞാനിത് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മെയിൽ ID യും നമുക്കൊരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു അക്കൗണ്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊസീജിയറാണ് ആഡ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വയർലെസ് സ്മോക്ക് ഡിറ്റക്ടർ, അതായത് നമ്മൾ ഈ ഡിവൈസിൽ ഏത് വൈഫൈ ആണോ കണക്ട് ചെയ്യേണ്ടത് ആ വൈഫൈ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ മൊബൈലിൽ ബാക്കിയെല്ലാം കോൺഫിഗർ ചെയ്യാൻ. അതായത് ഞാനിപ്പോൾ ഡിവൈസിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈഫൈ ആണ് മൊബൈലിലും കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ 3 ഓപ്ഷൻ വരുന്നുണ്ട്. സ്മാർട്ട് AI സൂപ്പർവിഷൻ, വയർലെസ് സ്മോക്ക് ഡിറ്റക്ടർ, സ്മാർട്ട് AI ക്യാമറ. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന വയർലെസ് സ്മോക്ക് ഡിറ്റക്ടറാണ്. അത് WSD ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിലൊന്ന് നമുക്ക് ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റെപ്പ് കൊടുത്ത് എങ്ങനെയാണ് നമുക്കിത് കോൺഫിഗർ ചെയ്യേണ്ടുള്ള ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ മെസ്സേജായിട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി എല്ലാം നമ്മൾ ഇൻസെർട്ട് ചെയ്യുക. അതിൻ്റെ ഒരു ഡിവൈസ് മാത്രം അറ്റ് എ ടൈം കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റൂ. ടെസ്റ്റ് ബട്ടൺ, അതായത് നമ്മുടെ ഈ വയർലെസ് സ്മോക്ക് ഡിറ്റക്ടറിൻ്റെ ടെസ്റ്റ് ബട്ടൺ ഇതാണ്. ഇത് 3 ടൈംസ് പുട്ട് ഡിവൈസ് ഇൻ കോൺഫിഗറേഷൻ മോഡ്. അത് 3 പ്രാവശ്യം നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോൺഫിഗറേഷൻ മോഡിലോട്ട് പോകും. ഇൻഡിക്കേറ്റഡ് ബൈ റെഡ് LED ബ്ലിങ്കിങ്, അതായത് നമ്മളൊരു റെഡ് LED ഇവിടെ ബ്ലിങ്ക് ചെയ്യും. അടുത്ത കോൺഫിഗറേഷൻ മോഡ് വിൽ ബി ഓൺ ഫോർ ദ 4 minutes ഓൺലി.
നമ്മളിപ്പോൾ 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കോൺഫിഗറേഷൻ ചെയ്യാനുള്ള ടൈം 4 മിനിറ്റ് വരെ ഉണ്ട്. നമ്മളിത് ബാറ്ററി എല്ലാം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഐ ആം റെഡി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നോ ഡിവൈസ് അവൈലബിൾ എന്നാണ് നമുക്കിവിടെ ആദ്യം വരുന്നത്. അപ്പോൾ ഞാനിവിടെ ആഡ് മാനുവലി കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ WSD ഹണിവെൽ എന്ന് വന്നിട്ടുണ്ട്. അടുത്ത് റെഡ്മി ആണ്. ഞാനിത് മൊബൈൽ ഹോട്ട്സ്പോട്ട് വഴിയാണ് കോൺഫിഗർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ വൈഫൈയുടെ ഉപയോഗിക്കുന്ന പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈഫൈ പാസ്വേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ലൊക്കേഷൻ കൊടുത്തു. ഞാൻ ട്രിവാൻഡ്രം എന്നാണ് കൊടുത്തത്. എൻ്റെ ഡിവൈസ് നെയിം ഞാൻ ഇമ്പാക്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുകഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ നമ്മൾ കോൺഫിഗർ ചെയ്യാനായിട്ട് 3 പ്രാവശ്യം പ്രസ് ചെയ്യുകയാണ്. അത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ നമ്മളിത് കണക്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. നമുക്കിത് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. വെയിറ്റ് ആൻഡിൽ യു ഹിയർ എ ബീപ്പ് സൗണ്ട്. നമുക്ക് ഇതിന്നൊരു ബീപ്പ് സൗണ്ട് കേട്ടു. നമ്മളത് യെസ് കൊടുക്കുകയാണ്. നമുക്കിപ്പോൾ ഇൻ്റർനെറ്റ് നോട്ട് അവൈലബിൾ എന്നൊരു മെസ്സേജിൽ നിന്ന് ഗോ സെറ്റിങ്സിൽ നമ്മൾ പോവുകയാണ്. വീണ്ടും നമ്മൾ കണക്ട് ചെയ്യുകയാണ്. വൈഫൈ നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് വീണ്ടും ഡിവൈസ് നമ്മുടെ ഈ ഡിവൈസ് ഇപ്പോൾ ഓൺലൈൻ ആയിക്കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ വൈഫൈ സ്മോക്ക് ഡിറ്റക്ടർ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള വൈഫൈയിൽ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈസിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ള ഡിവൈസ് നെയിം കാണാം. സ്മോക്ക് ഡിറ്റക്ടർ ഓൺലൈൻ എന്നുള്ളൊരു മെസ്സേജ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം എന്ന് കറക്റ്റ് ടൈം ഉൾപ്പെടെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈ ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിവൈസിനെ പറ്റിയാണ്. ഇമ്പാക്റ്റ് ട്രിവാൻഡ്രം എന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഡിവൈസിനെ ഇമ്പാക്റ്റ്, ലൊക്കേഷൻ, ട്രിവാൻഡ്രം, സോഫ്റ്റ്വെയർ വെർഷൻ, സ്റ്റാറ്റസ്, നമ്മുടെ ഡിവൈസ് ഇപ്പോൾ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ സ്റ്റാറ്റസ്, അതായത് ഇപ്പോൾ നമ്മളെ ബാറ്ററിയിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളതും നമുക്കിതിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് സെറ്റിങ്സ് ആണ്. സെറ്റിങ്സ് നമ്മൾ ഈ ഒരു ഡിവൈസ് നമുക്ക് വേണ്ട, നമുക്കിതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിവൈസ് സെറ്റിങ്സിൽ പോയിട്ട് ഡിലീറ്റ് ഡിവൈസ് ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ആദ്യം ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ എന്താണോ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാസ്വേഡ് ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസിൽ നിന്നും നമുക്ക് അൺഇൻസ്റ്റാൾ, അതായത് അൺഇൻസ്റ്റാൾ എന്ന് ഉദ്ദേശിക്കുന്ന ഡിവൈസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും റിമൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിവൈസ് ഒരു സ്മോക്ക് വന്നാൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ചന്ദനത്തിരി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഒരു കൃത്രിമമായിട്ടൊരു സ്മോക്ക് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഡിവൈസിലോട്ട് ഇത് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്മോക്ക് സെൻസ് ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബസർ സൗണ്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സ്മോക്ക് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. നമുക്ക് മുകളിലത്തെ ക്യാപ്പ് നമുക്കിതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇതിനകം ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതാണ് ആ ഫിൽറ്റർ വരുന്നത്. ഇതിനകത്തായിട്ടാണ് സെൻസർ വരുന്നത്. നമ്മൾ ഈ സെൻസറിൻ്റെ ഫിൽറ്റർ ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ആരോ മാർക്ക് കാണാം. ഇതൊക്കെ കറക്റ്റായിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യണം. ഇവിടെ അത് മൗണ്ട് ചെയ്യാനായിട്ടുള്ള ഹോളും അതിൻ്റെ പിൻസും ഉണ്ട്. അതിൽ കറക്റ്റായിട്ടാണ് നമ്മളത് മൗണ്ട് ചെയ്യണം. അതിനുശേഷം ഈ കവറിങ് നമ്മൾ അതുപോലെ തന്നെ കറക്റ്റ് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ വീണ്ടും നമുക്ക് അലാം കേൾക്കാം. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് റീസെറ്റ് ആവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ അല്ലാതെ ഉപയോഗിക്കുമ്പോഴുള്ളത്. നമുക്കിനി ഇതിൻ്റെ മൊബൈലിൽ എങ്ങനെയാണ് ഇതിൻ്റെ മെസ്സേജ് വരുന്നത്, ബാക്കി കാര്യങ്ങളാണ് നമ്മളിനി നോക്കാം. ആപ്ലിക്കേഷനകത്താണ്, ഇമ്പാക്റ്റ് എന്നാണ് ആപ്ലിക്കേഷനകത്താണ്. അവിടെ ഡിവൈസിൽ നമുക്ക് ഇമ്പാക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ ചോദിക്കും. നമ്മുടെ ഡിവൈസ് ഡസ് നോട്ട് ഹാവ് ആൻ ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ. ആൻ ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ ഈസ് റിക്വയർഡ് ഫോർ സ്മാർട്ട് അലർട്ട്. അപ്പം നമ്മളൊരു ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മാത്രമേ നമുക്കിതിൻ്റെ മെസ്സേജ് നമ്മുടെ ഫോണിൽ ലഭിക്കത്തുള്ളൂ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ബൈ ന്യൂ സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കത് വേറൊരു സൈഡിലോട്ട് പോകും.
അപ്പോൾ നമുക്ക് ഫ്രീ 1 ഇയർ പ്ലാൻ ഉണ്ട്, ഹാഫ് ഇയർലി പ്ലാൻ ഉണ്ട്. 199 രൂപയാണ് വരുന്നത്. അതിൽ ആനുവൽ ഉണ്ട് 349 രൂപയ്ക്ക് 1 വർഷത്തെ പ്ലാൻ ഉണ്ട്. മൊബൈൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, കോൾ ഓൺ മൊബൈൽ ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഫ്രീ 1 ഇയർ പ്ലാനിലോട്ട് പോകാം. അതായത് 1 വർഷത്തേക്ക് നമുക്കിത് ഫ്രീ ആണ്. നമ്മൾ പ്രൊസീജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെസ്സേജ് വരും, യു ഹാവ് സക്സസ്ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ടു സെലക്റ്റഡ് ഫീച്ചേഴ്സ് ഓൺ ദ ഡിവൈസ്. ഇപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഐ ഡി കാണിക്കുന്നുണ്ട്, പ്ലാൻ നെയിം കാണിക്കുന്നുണ്ട്, റിന്യൂവൽ ഡേറ്റ് കാണിക്കുന്നുണ്ട്. അത് 11 സെപ്റ്റംബർ 2023 വരെ നമുക്കിതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ഇത് മാനേജ് ചെയ്യാം. ഇത് മാനേജ് ചെയ്യുന്ന മോഡിഫൈ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. നമുക്കിത് ഉപയോഗിച്ചത് ക്യാൻസൽ ചെയ്യുക, മോഡിഫൈ ചെയ്യുക, എന്ത് വേണോ ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടെ നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മോക്ക് ഡിറ്റക്ട് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും മെസ്സേജാണ് നമുക്ക് വരുന്നത്, സ്മോക്ക് ഡിറ്റക്ട് എന്ന് പറഞ്ഞിട്ട്. കണ്ടല്ലോ, കറക്റ്റ് ടൈം 2:39 PM ആണ്. നമുക്കിപ്പം ബസ്സർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് മെസ്സേജും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ ട്രിവാൻഡ്രം നമ്മുടെ ലൊക്കേഷൻ എല്ലാം വെച്ചിട്ട് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിവൈസ് നമുക്ക് നമ്മുടെ വീടുകളിലോ ഷോപ്പുകളിലോ അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ നിന്ന് മെസ്സേജ് വരുന്നത്. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനകത്തൊരു ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫിൽറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ധാരാളം സ്മോക്ക് ഡിറ്റക്റ്റഡ്, ടെസ്റ്റ് സ്മോക്ക് ഡിറ്റക്റ്റഡ്, സ്മോക്ക് ഡിറ്റക്റ്റർ ഓഫ്ലൈന് എന്നുള്ള കുറേ ഫിൽറ്റർ നമുക്ക് ചെയ്ത് ഈ മെസ്സേജ് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഹോം, ഡിവൈസ്, സെറ്റപ്പ് ഡിവൈസ്, അക്കൗണ്ട്, ഹെൽപ്പ് സെൻറ്റർ എന്നിങ്ങനെ 4-5 ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈ പ്രൊഫൈൽ എടുക്കാം, ചേഞ്ച് പാസ്വേഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. എന്ത് ലൊക്കേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം, ആപ്പ് പ്രിഫറൻസ് സെറ്റ് ചെയ്യാം, യൂസർ, ഓർഡർ ഹിസ്റ്ററി, സൈൻ ഔട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു വൈഫൈ ഡിവൈസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പോൾ വൈഫൈ മാറ്റണം, ഈ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ നമുക്ക് പാസ്വേഡും വൈഫൈ കണക്ഷനൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡിറ്റ്, ബേസിക് ഇൻഫോയിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് അപ്ഡേറ്റ് വൈഫൈ ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. നമുക്കിവിടെ ഇതെല്ലാം ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ കുഞ്ഞൻ വൈഫൈ സ്മോക്ക് ഡിറ്റക്ടറിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അവരുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വളരെ കുറഞ്ഞ വിലയിലും നല്ല സർവീസ് ലഭിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവരിൽ എത്തിക്കുന്നതിലേക്കായി ഷെയർ ചെയ്യുക. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും നന്ദി.